ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടാലോ? എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല. രാവിലെ എണീക്കലും ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കി, ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. ഇഡ്ഡലിയും ചട്നി, മുളക് ചട്നി അതൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല. ഉച്ചക്കത്തെ വിശേഷമുള്ളൂ. ഉച്ചക്കത്തെയും വൈകുന്നേരത്തേ ഉള്ളൂ കേട്ടോ. ചോറൊക്കെ അവിടെ വെള്ളമൊക്കെ വെച്ച് താരിയൊക്കെ ഇട്ട് തിളച്ചിട്ടുണ്ട്. ഇക്ക നല്ല പച്ച മാന്തളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിനെയൊക്കെ നന്നായി കഴുകി നേരാക്കി എടുത്തു. വറുക്കാനുള്ളത് മാറ്റി, കറിക്കുള്ളത് മാറ്റി വെച്ചു. വറുക്കാനുള്ളതിൽ ഇതാ മുളകൊക്കെ മസാലയൊക്കെ കൂട്ടുകയാണ്. എന്താണെന്നറിയോ, ഞങ്ങളുടെയൊക്കെ ഭാഷ ഇവിടെയൊക്കെ അങ്ങനെ മുളക് തിരുമ്പുക അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഭാഷയില്ല. നിങ്ങളുടെ ഭാഷ കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ മൊത്തം മസാലയൊക്കെ ഇട്ട് കൂട്ടണതിന് ഞങ്ങളിവിടെയൊക്കെ മുളക് തിരുമ്പുക എന്നാണ് പറയുക കേട്ടോ. മുളക് തിരുമ്പി വെച്ചു അങ്ങനെ പറയാം. ഞങ്ങളുടെ ഭാഷ അങ്ങനെയാണ്. അരിക്ക് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ ഇട്ടിട്ട് മുളക് തിരുമ്പി ശരി അങ്ങനെ വെച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വരുള്ളൂ. മുളക് തിരുമ്പി വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇപ്പോൾ മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ തിരുമ്മണ പണിയില്ലല്ലോ. അപ്പോൾ തിരുമ്മാൻ ഇട്ടിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പണിയെ നോക്കിട്ടോ. അതവിടെ ഇട്ടിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാൻ നിന്നു. ഇപ്പോൾ തിരുമണൻ്റെ പണി എനിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടോ. ഡിസ്ക് കംപ്ലൈൻറ്റ് കാരണം കൊണ്ടാണ്. ഡിസ്ക് ഭയങ്കര വേദനയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് മെഷീൻ വാങ്ങിയത്. അത് ബാത്റൂമിൽ വെച്ചിരിക്കണം. യൂസ് ചെയ്യാത്ത ബാത്റൂമുണ്ട്. അപ്പോൾ 2 ബാത്റൂമുണ്ട്. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒന്നേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഒന്ന് അടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പോൾ വലിയ ബാത്റൂമുണ്ട് റൂമിൽ, അതിലേക്ക് വെച്ചു. പിന്നെ ബ്ലാങ്കറ്റ് തിരുമ്പി, പുതപ്പുകളൊക്കെ തിരുമ്പി. ഇന്ന് ഫുള്ള് തിരുമ്പലായിരുന്നു. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം രാവിലത്തെ അതാണ് എടുക്കാതിരുന്നത് കേട്ടോ. കാരണം ഇന്ന് മെഷീൻ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കമ്പിളി പുതപ്പ് അതൊക്കെ ഉണ്ടല്ലോ. അതാണ് എപ്പോഴും തിരുമ്പാത്ത സാധനങ്ങളല്ലേ. എനിക്കത് ഒറ്റയ്ക്ക് തിരുമ്മലൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ ബ്ലാങ്കറ്റൊക്കെ ഉള്ളപ്പോഴേ പറ്റുള്ളൂ. മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ എല്ലാം തിരുമ്പിയിട്ടോ. അന്ന് ഉച്ച വരെ കംപ്ലീറ്റ് തിരുമ്പിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതാ വേഗം അടിച്ച് വാരുകയാണ്. ഈ റൂമിൽ അങ്ങനെ ചളി ആവാത്തതാണ്. മെഷീൻ വെച്ചപ്പോൾ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അങ്ങനെ ചളിയൊക്കെ ആയി. പിന്നെ അതാ കംപ്ലീറ്റ് അടിച്ച് വാരി എടുത്തിട്ട് പിന്നെ തുടയ്ക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ കറി വയ്ക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ അടുത്ത റൂമിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ഒരു റൂമിൽ തന്നെ കട്ടിലും ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പുറത്തെ റൂമിൽ ഒന്നുമില്ല. ഒരു അലമാര മാത്രമേ വെച്ചിട്ടുള്ളൂ. വീട് കയറ്റിയപ്പോൾ മറ്റേ ചുമരിലൂടെയുള്ള അലമാരയില്ലേ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അലമാരയുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമല്ലോ, നമുക്കപ്പോൾ കൊണ്ടുവരുമല്ലോ കട്ടിൽ അലമാരയൊക്കെ. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് വലിയ റൂമാണ്. ഇതിൽ എൻ്റെ അടുത്തുള്ള കട്ടിൽ ചെറുതുമാണ്. അപ്പോൾ ഇതിൽ വേണ്ട, ഇത് വലിയ റൂമല്ലേ, ഇങ്ങനെ കടന്നോട്ടേ പറഞ്ഞിട്ട് ഇതിലൊന്നും ഉപയോഗിക്കാറില്ല, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അലമാര മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ നിസ്കരിക്കുന്നത് ഈ റൂമിൽ തന്നെയാണ്. നിസ്കാര റൂമും മറ്റൊന്നും വലിയ വേറെ റൂമൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതാ കംപ്ലീറ്റ് ഒക്കെ തുടച്ചെടുത്തപ്പോഴേക്കും അവിടെ മെഷീൻ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി വരുമല്ലോ. പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ നിന്ന് നോക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ അതാ വേഗം തുടച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും അതാ ചോറവിടെ വെന്തപ്പോൾ ഞാൻ പോയി ഇടയിൽ കൂടെ പോയി ചോറൊക്കെ ഊറ്റി. അതൊന്നും എടുത്തില്ല കേട്ടോ. ചില ക്ലിപ്പൊന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് മറ്റേ ട്രൈപോഡ് ഇല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴാണ് ചില വീഡിയോ മിസ്സാവണേ. ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ റെഡിയാക്കാം. പിച്ച വെച്ചിട്ടല്ലേ ഉള്ളൂ, റെഡിയാക്കാം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരും എന്നെ ഷെയർ ചെയ്യണം. എല്ലാവരുടെയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിൽ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ കുട്ടീനെ അംഗനവാടി കൊണ്ടാക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ഇനിയിപ്പോൾ സ്കൂളിൽ ചേർത്തണം. 4 വയസ്സായി. ഇനി സ്കൂളിൽ ചേർത്തണം. ഇപ്പോൾ സ്കൂൾ പൂട്ടി തുറക്കുമല്ലോ, അപ്പോൾ ചേർത്തണം. LKG ഇതാക്കണം. അങ്ങനെ അപ്പോൾ അതാ തുടച്ചെടുക്കുകയാണ്. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മീനിനൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതാ കറി വെക്കാൻ വേണ്ടി നിന്നു കേട്ടോ. തുടച്ച് കഴിയുമ്പോഴേക്കും അത് റെഡിയായി. അപ്പോൾ ഞാനത് കൊണ്ടുപോയി ഉരുപ്പിനൊക്കെ റെഡിയായല്ലോ. തുണി എടുത്ത് കൊണ്ടുപോയി ഉണക്കാനിട്ടു. പക്ഷെ ആദ്യം പറഞ്ഞാൽ ഞാൻ തുണി മുക്കി വെച്ചിട്ട് തുടക്കലായിട്ട് അങ്ങനെ പോയി തിരുമ്മി ഉണക്കാനിടില്ലല്ലേ. ഇതെനിക്കിപ്പോൾ ഈ തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് എന്തോ പോലെ തോന്നുന്നു കേട്ടോ. ശരിക്കും ഇതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് മേലെയാണ്. പക്ഷെ മേലേക്ക് കയറി ഇറങ്ങുമ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല. അപ്പം മെഷീൻ കേട് വരില്ല. വെയിലൊക്കെ കൊണ്ട് നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ, കാറ്റുമൊക്കെ. മഴ എപ്പോഴാണ് പെയ്യാന്ന് അറിയില്ല. ഇവിടെയൊക്കെ നല്ല മഴ മൂടുണ്ടായിരുന്നു, പെയ്തില്ല. അപ്പം പിന്നെ ഉള്ളിലേക്ക് തന്നെ ഇവിടെ തന്നെ വെച്ചു. ഇനി അതൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെക്കാം. അങ്ങനെ അതാ ചട്ടി വെച്ചു, ഉലുവ പൊട്ടിച്ച്. ഞാൻ മീൻ വറ്റിക്കലാണ്. വറ്റിക്കൽ പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ടുള്ള വറ്റിക്കലാണ് കേട്ടോ. അത് മാന്തൽ മീനല്ലേ. അപ്പോൾ അതിൽ പുളി ഒഴിച്ചാൽ വലിയത് ഒരു രസം ഉണ്ടാവില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഒന്നാമത് പുളി ഒഴിച്ചുള്ള ചാറ് പറയുന്നത് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ.
തക്കാളി ഇട്ട കുഴപ്പമൊന്നുമില്ല. ഈ പുളി ഒഴിച്ച ചാറിനോട് വലിയ താല്പര്യം കുറവാണ്. അപ്പോൾ പിന്നെ ഇതാ ചട്ടിയൊക്കെ വെച്ചു, ഉലുവ പൊട്ടിച്ചു, വലിയുള്ളി ഇട്ടു, ഉപ്പ്, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് അതൊക്കെ തന്നെ. അത് നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. തക്കാളിയും ഉള്ളി നല്ല വേവിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടച്ച് വയ്ക്കുക. അപ്പോൾ അത് വേഗം വെന്ത് ഉടഞ്ഞ് കിട്ടും. എന്നിട്ടാണ് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്താ പരിപാടി, ചോറ് വയ്ക്കൽ തന്നെ. പിന്നെ ഇക്കാക്ക് ഇന്നിപ്പോൾ ഇവിടെ അടുത്താണ് പണി. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വരും. ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ചോറ് വയ്ക്കാനൊന്നും വലിയ മൂടൊന്നും ഉണ്ടാവില്ല. ഞാൻ പണിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടീനെ കൊണ്ടുവരാൻ പോണ നേരത്താണ് കുറച്ചൊക്കെ ചോറ് വിളിക്കുന്നുണ്ടെങ്കിൽ ഇക്കി ഞാനും കൂടി ഇരുന്ന് അങ്ങനെ കഴിക്കും. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എല്ലാവർക്കും അകത്ത് തന്നെയല്ലേ, വലിയ തൃപ്തിയാണെന്ന് തോന്നുന്നു കിട്ടില്ലല്ലോ. കുട്ടിയില്ല, പിന്നെ അങ്ങനെ അവളുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വാരി കൊടുത്ത് ഞാനും അങ്ങനെ കഴിച്ച് അങ്ങനെ ഇരിക്കും. കുട്ടി ഇക്കിയില്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത പോലെയാണ്. വീട്ടിലൊരു അനക്കുണ്ടല്ലോ, കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്താ ഞാൻ ആരോടാമുണ്ട്, എന്താ കേട്ടോ, പണിയൊക്കെ അതുകൊണ്ട് ഞാൻ പണി നല്ല സ്ലോ ആയിട്ട് തന്നെ പണിയെടുക്കുള്ളൂ. കാരണം വാങ്ങി കൊടുക്കുമ്പോഴേക്കൊക്കെ പണി ഒരുങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പതുക്കെ പണി ചെയ്യുള്ളൂ. കാരണം വേഗം പണി തീർത്ത് പറഞ്ഞാൽ നമുക്ക് എത്ര ഫോണിലൊക്കെ പിടിച്ചിരിക്കുക, ടി വിയോടൊന്നും അത്ര നല്ല താല്പര്യമൊന്നും, എനിക്ക് കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കലും താല്പര്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യമൊക്കെ തന്നെ നോക്കുകയുള്ളൂ. ഒരേടി ഫോണിലിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ പിന്നെ അതവിടെ വെച്ചപ്പോൾ ഇതാ തേങ്ങ ചിരകിയിട്ട് തേങ്ങ ചിരകിനാലും വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കണതിൽ കൈകൊണ്ട് സ്ലിപ്പായിട്ടോ. ഇനിയിപ്പോൾ ട്രൈപോഡ് വാങ്ങണം, വാങ്ങിയിട്ട് വേണം അപ്പോൾ അത് റെഡിയാക്കാൻ. അപ്പോഴേക്ക് തേങ്ങ ചിരകുമ്പോഴേക്ക് ഇവിടെ അത് വെന്തു കണ്ടാ. തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ അതിലേക്ക് പൊടികൾ കംപ്ലീറ്റ് ആഡ് ചെയ്യേണ്ട. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് കംപ്ലീറ്റ് ആഡ് ചെയ്ത് പറഞ്ഞാൽ അത് തിളച്ച് പറഞ്ഞാൽ തേങ്ങയും മീനും കൂട്ടുക, അത്രയും ഉള്ളൂ കേട്ടോ. പിന്നെ മീൻ പൊരിക്കണം. മീൻ പൊരിക്കുന്ന പണിയാണ് അടുത്തത്. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ കൂട്ടിയിട്ട് അത് തിളച്ച് വരുമ്പോൾ മീൻ കൂട്ടും. മീൻ തേങ്ങ ഒപ്പിടണം കേട്ടോ, കാരണം ഇത് വറ്റിക്കലല്ലേ, പിന്നെ വേറെ സെപ്പറേറ്റ് ഇല്ല. ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഇവിടെ മീൻ വറ്റിക്കൽ റെഡി ആയിട്ടോ. കണ്ടോ, മീൻ കൂട്ടുമ്പോൾ വീഴണില്ല, അത് ഞാൻ നേരത്തെ ഇറക്കി വെച്ചതല്ലേ. അതിലങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കംപ്ലീറ്റ്. അപ്പോൾ പിന്നെ അതായിരിക്കും ഒഴിച്ച് റെഡിയാക്കിയെടുത്ത് തേങ്ങ ഒഴിച്ചു. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. തേങ്ങ തന്നെ ഒഴിക്കണമെന്നില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചാലും തേങ്ങേൻ്റെ രണ്ടാം പാൽ പറയില്ലേ, കട്ടിയുള്ളത്, അതൊഴിച്ചാലും കറി അടിപൊളിയായി വരും, സൂപ്പറായിട്ടുണ്ടാവും. എനിക്ക് മീൻ ഇങ്ങനെ മാന്തൽ മീനൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പം തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി. പിന്നെ മീനിക്ക് ഞാൻ പറഞ്ഞ പോലെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്, അത് പൊരിക്കുക. ഞാൻ അപ്പോഴേക്കൊക്കെ വരും. അതിന് സമയം 1:30 ആയിട്ടോ. അതിനിടയിൽ ഞാൻ ഈ മീനൊക്കെ റെഡിയാക്കുന്ന ഇടയിൽ പോയി കുളി കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ പൊരിക്കാൻ നിന്നത്. ഇക്ക വരുമ്പോഴേക്കും മതിയല്ലോ പറഞ്ഞിട്ട്. പിന്നെ ഞാനൊക്കെ വന്ന് ഇക്കാക്ക് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ മീൻ പൊരിക്കാൻ മീനിൻ്റെ കറി റെഡി ആയിട്ടോ. കറി റെഡി ആയപ്പോഴേക്കും ഇക്ക വന്നു. അപ്പോഴേക്ക് സമയം 1:30 ആയി. പിന്നെ ഇക്കാക്ക് വെള്ളം കൊടുത്തപ്പോൾ വെള്ളവും കുടിച്ച് അവിടെ അങ്ങനെ TV നോക്കി അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞാൻ മീൻ പൊരിക്കാനുള്ള പണിക്ക് നോക്കി. അങ്ങനെ മീൻ പൊരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് കഴിച്ചു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി, കുറച്ച് നേരം ഉറങ്ങി. ഉച്ചയ്ക്ക് നന്നായിട്ട് കുറേ നേരം ഒന്നും ഉറങ്ങാൻ പറ്റില്ല, കാരണം പണിയൊക്കെ കഴിയുമ്പോഴേക്കും 2 മണിയാവും. പിന്നെ ഉറങ്ങിയാൽ ചിലപ്പോൾ ഉറക്കത്തിൽപ്പെട്ടാൽ കുട്ടീനെ കൊണ്ടുവരണം. 3 മണിയാകുമ്പോൾ കുട്ടീനെ അംഗൻവാടി വിളിക്കാൻ പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തണം. പക്ഷെ ഞാൻ വല്ല നമ്മൾ പറയില്ലേ തൊടിയിൽ കൂടെയൊക്കെ അങ്ങനത്തെ ഒരു കട്ട് റൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ പോയാലും ദൂരമുണ്ട്. അവിടെ പോയി അവളെ കൊണ്ടുവന്ന് ഇവിടെത്തുമ്പോഴേക്കും അസർ ബാങ്ക് കൊടുക്കും, 3:30 അടുത്തൊക്കെ ആവും. പിന്നെ എന്നിട്ടാണ് ഞാൻ കുറച്ച് നേരം കിടക്കുക. ഒരു 4:30 വരെ കിടക്കും. കടന്നില്ല വെച്ചാൽ തലയ്ക്ക് ഭയങ്കര മപ്പ് പോലെ ഉണ്ടാവും ഒരു ദിവസം കടന്നിട്ടില്ലെങ്കിൽ. കടന്ന് ശീലമായതാണ്. ആദ്യമൊക്കെ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഉറങ്ങാത്ത ആൾക്കാരില്ലല്ലോ പെണ്ണുങ്ങൾ, നമ്മൾ അങ്ങനെയാണല്ലോ. ഉച്ചത്തെ പരിപാടിയായ ഉച്ചമയക്കം നമുക്ക് എല്ലാവർക്കും ഒരു ഹോബിയാണല്ലോ അത്. അപ്പോൾ പിന്നെ അതിപ്പോൾ ഇല്ല. അതിപ്പോൾ ഞാൻ ഉറങ്ങണത് പറയുന്നത് 4 മണിയാകാനാകുമ്പോഴാണ്. അത് കുറച്ച് നേരം മയങ്ങും എന്നാലും ഇവള് പിന്നെ TV ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് വന്നിട്ട്, എന്നാലും അവൾ എന്താ കാട്ടുക എന്നൊരു മൈൻഡ് ആയിരിക്കുമല്ലോ മനസ്സിൽ നമുക്ക്. അതുകൊണ്ട് നല്ലോണം ഉറക്കമൊന്നും വരില്ല, ഉറങ്ങില്ല. ഇപ്പോൾ ഉറക്കം കമ്മിയാണ്. ഇനിയിപ്പോൾ അവൾ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ മീനൊക്കെ പൊരിച്ചു. ഞാൻ ഇക്കയും കൂടി ചോറ് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ റെഡിയാക്കിയെടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ കഴിഞ്ഞ് കുട്ടീനെ കൊണ്ടുവന്ന് പിന്നെ അവളെ കൊണ്ടുവന്നിട്ട് കിടക്കുകയുള്ളൂ. കിടന്നണിച്ചിട്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് മാവ് ഇരിക്കുന്നുണ്ട്, പഴമുണ്ട്. അപ്പോൾ ഇന്നും പഴംപൊരി തന്നെ ആക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ വേസ്റ്റ് ആക്കാൻ ഒരു സാധനവും ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ പിന്നെ മാവ് കുറച്ച് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പക്ഷേ ഇന്നലത്തെ ഇന്ന് മാവ് കുറച്ച് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആട്ടിയിട്ടുണ്ടായിരുന്നല്ലോ,
അപ്പോൾ ആട്ടിയ മാവുള്ളത് കൊണ്ട് പഴംപൊരി നല്ല അടിപൊളിയായി കിട്ടിയിട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു പഴംപൊരി. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇക്ക വരുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ ഇക്ക വന്ന് ഇക്കാക്ക് പഴംപൊരിയൊക്കെ ചായയൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കല്ലേ. പഴംപൊരിയാണ് നല്ല. ഇന്ന് നോക്കിക്കോട്ടോ, ഇന്ന് ഞാനത് ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആട്ടിയ മാവ് അതിലേക്ക് ഒഴിച്ചപ്പോൾ അത് നന്നായി പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടോ. ഇന്നത്തെ പഴംപൊരി നന്നായി പറ്റി. ഇന്നലെ എനിക്ക് അത്രയ്ക്ക് പറ്റിയില്ല, കാരണം ആട്ടിയ മാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സോഡാപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ വരും. പിന്നെ വലിയ ടേസ്റ്റ് കമ്മിയായിരിക്കും. ആ സോഡാപ്പൊടി ഇടുമ്പോൾ അത് മാത്രം ഇങ്ങനെ മുന്നിട്ട് നിൽക്കണ പോലെ തോന്നും. അപ്പോൾ പിന്നെ വലിയ ടേസ്റ്റ് തോന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ അധികം കഴിക്കും. ഇന്നിപ്പോൾ ഒരു 3-4 കഴിച്ചു കേട്ടോ. ചായയും കുടിച്ചു. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് പണി കഴിഞ്ഞ് വന്നത്. പണി കഴിയാൻ നേരം വൈകി തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇക്ക കുളിച്ച് ഇക്കകം ചായ കൊടുത്തു. ഞാൻ ഇക്ക വന്നിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഇക്ക വന്നിട്ട് തന്നെ ചായ കുടിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കൊന്നും കുടിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ആട്ടിയ മാവ് ഒഴിച്ചപ്പോൾ അങ്ങോട്ട് നമ്മുടെ പഴംപൊരി സൂപ്പറായിട്ടോ. അടിപൊളിയായി കിട്ടി. എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ സോഡാപ്പൊടി ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് വലിയ ടേസ്റ്റ് തോന്നില്ല. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അതൊക്കെ കംപ്ലീറ്റ് 2 പ്രാവശ്യമായിട്ട് ചുട്ടെടുത്തു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഞാൻ രാത്രിത്തെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.